ഒരുപാട് മാറിയ ഈ കാലഘട്ടത്തിൽ ചിലതൊക്കെ നേടാനും ചിലതൊക്കെ കൈയടക്കാനുമുള്ള ഓട്ടത്തിനിടയിൽ പ്രകൃതിയിൽ നിന്നും നാം എന്തൊക്കെയോ കടമെടുക്കുന്നു. നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് എന്തൊക്കെയോ. പ്രകൃതിയുടെ പച്ചപ്പ് നമ്മിൽ നിന്നും ഒരുപാട് അകന്നു പോയിരിക്കുന്നു. ദിനങ്ങൾ ഓരോന്നായി കടന്നു വരുമ്പോൾ പ്രധാനപ്പെട്ട പലതും ദിനങ്ങളിൽ മാത്രം ഒതുങ്ങിപ്പോകുന്നു എന്നുള്ളത് വളരെയധികം വേദനാജനകമായ കാര്യമാണ്. ഇന്ന് ലോക പരിസ്ഥിതി ദിനം. വലിയൊരു സന്ദേശം ലോകത്തിന് സമ്മാനിച്ചുകൊണ്ട് ഈ ദിനവും കടന്നു പോകുന്നു. ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ. പ്ലാസ്റ്റിക്കിനെ നമ്മുടെ ജീവിതത്തിൽ നിന്നും മാറ്റി നിർത്തുവാൻ നമുക്ക് സാധിക്കണം. ജീവിതത്തിൽ പരമാവധി അതിൻ്റെ ഉപയോഗം കുറച്ചുകൊണ്ട് ഒരു മാതൃകയാകുന്ന രീതിയിലേക്ക് വരുവാൻ നമുക്ക് സാധിക്കട്ടെ. നഷ്ടപ്പെട്ടു പോയ പച്ചപ്പിനെ വീണ്ടെടുക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. പണ്ടുകാലത്ത് തൊടികളിൽ നാം കണ്ടിരുന്ന പല ചെടികളും ഇന്ന് കാണുവാൻ സാധിക്കുന്നില്ല. തുമ്പയും അതുപോലെ നാം ചേർത്ത് വച്ചിരുന്ന നാട്ടിൻപുറങ്ങളുടെ നന്മയായി ചേർത്ത് വച്ചിരുന്ന പല ചെടികളും നമ്മിൽ നിന്നും ഏറെ അകന്നുപോയി, അല്ലെങ്കിൽ ഇല്ലാതായി. ചുറ്റും നോക്കി നാം കണ്ടിരുന്ന പല പച്ചപ്പിൻ്റെ കാഴ്ചകളും ഇന്നില്ലാതായി. ജീവിതത്തിൽ നമ്മുടെ മനസ്സിൽ നിന്നും പച്ചപ്പ് ഇല്ലാതായിട്ടുണ്ടെങ്കിൽ പിന്നെ പ്രതീക്ഷയില്ല. നഷ്ടബോധത്തിൻ്റെ ആ വേദനയിൽ നാം അലിഞ്ഞില്ലാതാകും. പച്ചപ്പ് നിലനിർത്തുവാൻ സാധിക്കട്ടെ നമ്മുടെ ഉള്ളിലും നമ്മുടെ ചുറ്റുപാടും, ഈ പ്രകൃതി മുഴുവൻ. അല്ലാതെ വർഷത്തിലൊരിക്കൽ വിനോദയാത്രയ്ക്ക് പോകുമ്പോൾ പച്ചപ്പ് കണ്ട് സെൽഫി എടുത്ത് കൊള്ളാമെന്ന് നമ്മോട് തന്നെ പറയുന്നതിലല്ല കാര്യം. ചുറ്റും കാണുവാൻ സാധിക്കണം അത്തരത്തിലുള്ള പച്ചപ്പിൻ്റെ നന്മയുള്ള കാഴ്ചകൾ. ആ കാഴ്ചകൾ സമ്മാനിക്കുവാൻ നമുക്കും നമ്മുടെ കൂട്ടായ പ്രവർത്തനങ്ങൾക്കും സാധിക്കും. വെച്ചുപിടിപ്പിച്ച മരങ്ങളുണ്ടായിരുന്നുവെങ്കിൽ, ഓരോ ജൂൺ 5-നും നാം നട്ട മരങ്ങൾ വളർന്നിരുന്നുവെങ്കിൽ ഇന്ന് ഈ കേരളം തന്നെ ഏറെ പച്ചപ്പ് നിറഞ്ഞൊരു പ്രദേശമാകുമായിരുന്നു. പക്ഷേ നട്ട് മാത്രം കടന്നു പോകുന്ന ഒരു തലമുറയായി മാറുന്നു. പരിപാലിക്കുന്ന മനസ്സ്, പരിപാലിക്കുവാനുള്ളൊരു മനോഭാവം നമ്മിൽ നിന്നും അകന്നു പോകുന്നു. നട്ടമരങ്ങളെ പരിപാലിക്കുവാനും അതുപോലെ തന്നെ കൂടുതൽ മരങ്ങൾ വെച്ച് പിടിപ്പിക്കുവാനും നമുക്ക് സാധിക്കട്ടെ. ഒപ്പം പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം പരമാവധി കുറച്ചുകൊണ്ട് ഈ ഭൂമിയെ സംരക്ഷിക്കുവാൻ നമുക്കും നാം ഉൾപ്പെടുന്ന കൂട്ടായ്മയ്ക്ക് സാധിക്കട്ടെ. മാതൃകാപരമായ നിരവധി പ്രവർത്തനങ്ങളിലൂടെ നമ്മുടെ നാടിൻ്റെ നന്മയെ വീണ്ടെടുക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. നല്ല ഒരു ദിനം കാത്തിരിക്കുന്നു. ആസ്വദിക്കാം നമുക്ക്. നേരുന്നു ശുഭദിനം.